ഹലോ, ഇന്ന് എൻ്റെ ഫ്രണ്ട് എന്നെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ആലു പൊറോട്ട ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പൊറോട്ടയല്ല, പറാട്ട ആലു പൊറോട്ട ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ പ്ലാൻ ക്യാൻസലായി. ആലു പൊറോട്ട ആണെങ്കിൽ മനസ്സിൽ നിന്ന് പോകുന്നുമില്ല. എന്നാൽ പിന്നെ അതൊന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ യൂട്യൂബിലും തപ്പി കണ്ടുപിടിച്ചു റെസിപ്പി. നമുക്ക് ഉണ്ടാക്കി നോക്കാം. ആദ്യം നമ്മൾ ആട്ടപ്പൊടി കുഴച്ച് ഇടിച്ച് എടുക്കണം. പിന്നെ ആലു അഥവാ പൊട്ടാറ്റോ പുഴുങ്ങി നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, മസാലപ്പൊടി, പിന്നെ കുറച്ച് ഒറിഗാനോ സീസണിങ്സ്, ഇച്ചിരി ഉപ്പും കൂടെ. അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡി. ഇനിയാണ് ടാസ്ക്. ഈ ഫില്ലിങ് ഇതിൻ്റെ അകത്ത് വെച്ച് നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കണം. മൊമെൻറ്റ് ഓഫ് ട്രൂത്ത്. എൻ്റെ ഫില്ലിങ് എല്ലാം പുറത്തോട്ട് വരുമായിരുന്നു. ഞാൻ പരത്തി ഇതേ കണ്ടില്ലേ, എന്തോ ഒരു ഷേപ്പ്. എൻ്റെ പറാട്ടയെ ബോഡി ഷേമിങ് ചെയ്യരുത്. തിരിച്ച് മറിച്ച് വിട്ട് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആലു പറാട്ട റെഡി. കൂടെ കഴിക്കാൻ ഞാനൊരു എഗ് കറിയും കൂടി ഉണ്ടാക്കി. ആദ്യം നമ്മൾ കുറച്ച് കടുക് വറ, പിന്നെ കുറച്ച് സവാളയും മുളകും കൂടി ഇട്ട് വഴറ്റുന്നു. കുറച്ച് ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, ലിറ്റിൽ മഞ്ഞൾപ്പൊടി, ലിറ്റിൽ മുളക് പൊടി, ലിറ്റിൽ മസാലപ്പൊടി. എൻ്റെ മസാലപ്പൊടിയുടെ കുപ്പിക്ക് ചൂടുകൊണ്ട് അംഗവൈകല്യം വന്നു. വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് തക്കാളി, ബാക്കി വന്ന ആലുവും ഞാൻ ഇതിലേക്ക് ഇട്ടു. ബിക്കോസ് ഡോണ്ട് വേസ്റ്റ് എനിത്തിങ്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്തിപ്പോൾ ഉണ്ടായ ആരെവിടെ പടക്കം പൊട്ടിച്ചേ? നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുട്ടയെ നമുക്ക് ഇട്ട് കൊടുക്കാം. 1 2 3. ക്ലോസിറ്റ് കറി റെഡി. അയ്യോ, ഇതിൻ്റെ അകത്ത് വെച്ച സാധനങ്ങളൊക്കെ ഇവിടെ എവിടെ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആക്ച്വലി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. ഇത് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് കമൻറ്റ് ചെയ്യണേ. ബൈ.